ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ബെങ്ങു സുനി. ഇന്ന് ഞാനിപ്പോൾ എൻ്റെ അമ്മ വീട്ടിലാണ്. ഇപ്പം ഇവിടെ രാവിലത്തേക്കുള്ള കഴിക്കാനുള്ള റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൊട്ടൽ ഭജ, ബെഗുൻ ഭജ ആൻഡ് ആലു ഭജ എന്ന് പറയും. അതായത് ഇതിൻ്റെ പേര് എനിക്ക് മലയാളത്തിൽ അറിയത്തില്ല. ഇത് വഴുതനങ്ങ ഫ്രൈ, പിന്നെ നമ്മുടെ ഇതാണെങ്കിൽ കിഴങ്ങ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെന്നല്ല. മൂന്നും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിങ്ങനെ മിക്സാക്കി ഉണ്ടാക്കിയതാണ്. പിന്നെ എന്തായാലും അത് ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ ഞങ്ങൾക്ക് കുറേ പേർ കമൻറ്റ് ചെയ്തില്ലായിരുന്നോ റൂയി മാച്ചിൻ്റെ റെസിപ്പി എന്നത്. ഇന്ന് റൂയി മാച്ച് വാങ്ങിച്ചിട്ടുണ്ട് അച്ഛൻ. അപ്പം ഇത് ആദ്യമേ വറുത്തെടുക്കാൻ പോവാണ്. ഫ്രൈ ചെയ്ത് നന്നായിട്ടൊരു കരിമുര ഫ്രൈ ഇല്ല, അത് ചെയ്തതിന് ശേഷം ഇവിടെ വേറൊരാളിങ്ങനെ മ്യാവ് 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 ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ദേഷ്യം വരും. ആ മീൻ ഇവിടെ ഒരാൾ മീൻ കണ്ട ഉടനെ മ്യാവും 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 രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. ഇടയ്ക്ക് ദേഷ്യം വരും. ഇവന് സുന്ദര ചുണ്ടറടാ കടിക്കുന്നു എന്നെ കടിക്കുന്നു. എടോ നിന്നുണ്ടല്ലോ ഞാനുണ്ടല്ലോ. പട്ടിപ്പൂച്ച കാണുമ്പോൾ എനിക്കുണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും. അല്ലല്ലോ ആദ്യമേ ഗ്യാസ് ഓണാക്കിയത്. കടായി ചൂടായിട്ടുണ്ട്. എന്തായാലും ശേഷം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ആ വീട്ടിൽ അതല്ല യൂസ് ചെയ്യുന്നത്. നമ്മുടെ എന്താ പറയുന്നത് അതിൻ്റെ പേര് എപ്പോഴും ഞാനിങ്ങനെ മറക്കും. മസ്റ്റേർഡ് ഓയിൽ. ഇത് പിന്നെ സൺഫ്ലവർ ഓയിലാണ് എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പം പോയേനെ തീർത്തേനെ അമ്മ. ഓടിക്കോ. 1 my favorite വാല്. എന്നിട്ട് ഇവിടെ ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് ഉണ്ടോ കരിവേപ്പില. ഞാനിവിടെ അതായത് അവിടെയൊക്കെ ആകുമ്പം കരിവേപ്പില നമ്മൾ കറിവേപ്പില ഇവിടൊക്കെയാന്ന് പറയുമ്പം എണ്ണക്കകത്ത് കടുകും ഇതും ഇട്ടിട്ട് ഇത് ചെയ്തിട്ടല്ല കഴിക്കുന്നത്. ഞങ്ങളിവിടെ അങ്ങനെ ആരും കഴിക്കത്തില്ല. ഇതിൻ്റെ മണം പണ്ട് എനിക്ക് ഇഷ്ടേ അല്ലായിരുന്നു. എന്തായാലും ഇപ്പം അവിടെ പോയതിന് ശേഷം എന്തായാലും ഇഷ്ടമാണ്, കഴിക്കും ഞാൻ. ബട്ട് ഇവിടെ എന്ന് പറയുമ്പം ജസ്റ്റ് ഫ്രൈ ചെയ്ത് ചോടോടെ കുറച്ച് മുളക് ഇങ്ങനെ പൊട്ടിച്ച് അടിപൊളി. അതിനാദ്യം ഫ്രൈ ചെയ്യാമോ ഞാൻ ചെയ്യാവേ. ഞാൻ വേറെ പാത്രം എടുക്കുന്നവരാവേ. This I can. ആദ്യമേ കുറച്ച് എണ്ണ ഒഴിക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ ഞാൻ. ശേഷം മുളകിനിങ്ങനെ നടുവിന് ഒഴിക്കാം. চব্বিশ ঘন্টা ম্যাও ম্যাও। ভাইয়ের মতনই। ভাই সারাদিন মে 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 আর বিলাই সারাদিন মে মে মে। দুইটাই সেম। বুড়োটাও এক। കറിവേപ്പിലയുടെ ഇത്
ജസ്റ്റ് ഇങ്ങനെ ചെയ്തതിന് അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കണം. കണ്ടോ? ഇത് നന്നായിട്ട് കരിമുന ഒരു ഭാവത്തിൽ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പിന്നെ നമ്മുടെ മീനിൻ്റെ കൂടെ കിട്ടുന്ന ഈ എണ്ണയില്ല, ആ ഒരു സംഭവം. ഇത് പിന്നെ നമുക്ക് വഴുതനയൊക്കെ ഇട്ടിട്ട് സെയിം രീതിയിൽ വരട്ടിയിട്ട് കഴിക്കാം. പക്ഷേ എനിക്ക് ഈ ഉള്ളി ഇട്ടിട്ടാണ് ഇഷ്ടം. അങ്ങനെ ആദ്യമേ തന്നെ കുറച്ച് ഉള്ളി ആൻഡ് കുറച്ച് മുളക് ഇട്ടിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്ക്, ബ്രൗൺ അല്ല, ഒരു ജസ്റ്റ് ഒന്ന് വരട്ടി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മറ്റേ നമ്മുടെ എണ്ണ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഈ മീനിൻ്റെ ഒരു പച്ച സ്മെല്ലില്ല അത് മാറുന്ന വരെ, അല്ലെങ്കിൽ ആ ഒരു സംഭവം ഇങ്ങനെ എണ്ണ പോലെ, ഇത് കണ്ട് മൊത്തം ആ ഒരു സംഭവം തന്നെ അങ്ങനെ റെഡി ആയിക്കോളും. പിന്നെ ആദ്യമേ തന്നെ രാവിലത്തെ ഫുഡ് ഞാൻ എന്തെല്ലാം കഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആദ്യമായിട്ട് കഴിക്കുന്നത് നമ്മുടെ ഈ എന്തായിരുന്നു പറയുന്നതിൻ്റെ പേര്, കരിവേപ്പില, അതൊന്നും മുളക് ഇട്ടില്ലായിരുന്നു, അത് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തൊരു ചമ്മന്തി രീതിയിലാക്കി. എന്ന ടേസ്റ്റ്, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നീടാണെങ്കിൽ മറ്റേ നമ്മുടെ മീനിൻ്റെ കറി, അത് റൂയ് മീനിൻ്റെ, എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ്റെ ഫോണിൽ കൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. അതായിരിക്കും ഇങ്ങനെ ഒരു ക്ലിയറിറ്റി ഇല്ല. ആദ്യമേ തന്നെ എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് ജീരകം, പിന്നെ നമ്മുടെ മുളക് ആൻഡ് കുറച്ച് നമ്മൾ എന്താ പറയുക, തേജ്പത്ത എന്ന് പറയത്തില്ല, ആ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്ത് നമ്മുടെ ഉള്ളി, ജീരകം, പിന്നെ നമ്മുടെ മുളക്, അതൊക്കെ ഇട്ടിട്ട് നല്ലതായി മിക്സിക്കകത്ത് അടിച്ചിട്ട് ഇങ്ങനെ ഒരു പേസ്റ്റില്ല, സ്മൂത്ത് പേസ്റ്റ് അതാക്കിയിട്ട് അതിനകത്ത് മഞ്ഞളും ഇട്ടിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ട് ഇതുപോലെ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് ആ മസാല ഒന്ന് പച്ച ചൊവ മാത്രമല്ല, മസാലയുടെ മണ്ടയ്ക്ക് എണ്ണ ഇങ്ങനെ പൊങ്ങി വരത്തില്ല. ആ സമയത്ത് നമ്മളുടെ മസാല എന്തായാലും റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച്, നമുക്ക് എത്ര മീൻ വേണമെന്ന്, ഞങ്ങളിവിടെ പകുതി മീനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പാതി അമ്മ ഫ്രൈ ചെയ്ത് വെച്ചേക്കും, എനിക്ക് ഫ്രൈ ആണ് ഇഷ്ടം, അതാ. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇട്ടിട്ട് ആ മസാലയും മീനായിട്ട് നന്നായിട്ട് വരട്ടണം. അതായത് മീനിൻ്റെ അകത്തകത്ത് വരെ അങ്ങ് മസാല കയറും, അതുകൂട്ടായിരിക്കും. എന്നിട്ട് അതേ ഇങ്ങനെ മീനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മിക്സ് ചെയ്യുമ്പം കുറച്ച് സൂക്ഷിച്ച് മിക്സ് ചെയ്യണം, കാരണം ഇത് എന്തായാലും മീനൊക്കെ പൊട്ടിപ്പോയാലേ അതിനകത്ത് മൊത്തം മുള്ളായി പോകും. അപ്പം നമുക്ക് അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കിട്ടത്തില്ല. ഇതെന്ന് വെച്ച് കഴിയുമ്പം റൂയ് മാച്ചർ കലിയ എന്ന് പറയും ഇതിൻ്റെ പേര്. അങ്ങനെ ആ ഒരു മീനിൻ്റെ കൂടെ ആ മസാലയൊക്കെ അങ്ങോട്ട് നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോഴത്തേക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഇട്ട് കൊടുക്കണം. വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ അങ്ങ് വെറുതെ വിടണം. എത്ര നേരം ഇങ്ങനെ ബബിൾസ് വരത്തില്ല, ആ നന്നായിട്ട് ബബിൾസ് വന്ന് ആ വെള്ളം അങ്ങ് തിളച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കറി എന്തായാലും നമുക്ക് റെഡിയായി. എന്തായാലും ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ. നെക്സ്റ്റ് ഒരു ബ്ലോഗിലേക്ക് കാണാം. ബൈ ടാറ്റാ.